ഈശോ കഫർനാമിൽ വീണ്ടും എത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ടെന്ന ശ്രുതി പരന്നു. വാതിൽക്കൽ പോലെ നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. ഈശോ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാൻ രോഗിയെ എടുത്ത് അവന്റെ പക്കലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ കഴിയാതെ ഈശോ ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ട് ഈശോ തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. നിയമകരിൽ ചിലർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ തങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവം ഒരുവനല്ലാതെ മറ്റാർക്കാണ് പാപം മോചിക്കാൻ സാധിക്കുക? അവർ ഇപ്രകാരം ചിന്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് ഈശോ അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇക്കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം, തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, അതോ എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഈശോ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക, നിന്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക. അവൻ എഴുന്നേറ്റ് ഉടനെ കിടക്കയെടുത്ത് എല്ലാവരും കാണുക പുറത്തേക്ക് പോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം അറിയാം, ബ്രെയിൻ ഡെഡ് ആയി ഒരാളെ പ്രഖ്യാപിച്ചാൽ പിന്നെ അയാൾ തീർന്നു, അയാളെ പുനർജനിപ്പിക്കുക സാധ്യമല്ല. അതുപോലെ തന്നെയാണ് സ്പൈനൽ കോഡിലും മേജറായിട്ടുള്ള ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സെൽഫ് റിക്കവറി സാധ്യമല്ല. അങ്ങനെ തളർവാദം പിടിപെട്ട ഒരു മനുഷ്യനെ ഈശോയുടെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ ഒറ്റ വചനത്താൽ ഈശോ അവനെ സുഖപ്പെടുത്തുന്ന ഒരു വലിയ അത്ഭുതമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. സംഭവം നടക്കുന്നത് കഫർനാമിലാണ്. അതായത് വിശുദ്ധ നാടിൻ്റെ നോർത്തേൺ ഏരിയയിൽ ഗലീലിയ തടാകത്തിന് തീരത്തുള്ള ഒരു വലിയ ഹബ്ബായിട്ടുള്ള, അതായത് മേജറായിട്ടുള്ള റൂട്ടുകളെല്ലാം പോകുന്ന വിജാതീയരും അതുപോലെ തന്നെ യഹൂദന്മാരും വിവിധ രാജ്യങ്ങളിലുള്ള ആളുകളുമൊക്കെ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഈശോ പ്രധാനമായിട്ട് സുവിശേഷ പ്രഘോഷണത്തിന് ഉപയോഗിച്ചത്. പത്രോസിന്റെ ഭവനം അവിടെ അല്ലായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ തൊഴിലായ മത്സ്യബന്ധനത്തിനു വേണ്ടി ഭാര്യ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ മീൻപിടുത്തം നടത്തിയിരുന്നത്. അങ്ങനെ അത് പത്രോസിന്റെ ഭവനം എന്ന് അറിയപ്പെട്ടു. അതിനടുത്ത് വിശുദ്ധനാളിൽ പോയിട്ടുള്ളവർക്കറിയാം, വലിയൊരു സിനഗോഗ് ഉണ്ട്. ഈശോ പ്രസംഗിച്ച സ്ഥലമാണെന്ന് വിചാരിക്കപ്പെടുന്നു. അതോട് ചേർന്ന് ഒരു വലിയ കോളനി ഉണ്ട്. അതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ കാണാം. അങ്ങനെ ആ സിനഗോഗിലൊക്കെ പ്രസംഗിച്ച അതിനുശേഷം ഈശോ പത്രോസിന്റെ ഭവനത്തിലായിരിക്കുമ്പോഴാണ് വലിയ ജനക്കൂട്ടം ഈശോയെ കാണാൻ വരുന്നു. കാരണം മുമ്പും ഈശോ അവിടെ പ്രസംഗിക്കുകയും ധാരാളം അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് സമീപ പ്രദേശങ്ങളിലെല്ലാം ധാരാളം ആളുകൾ രോഗികളുമായിട്ട് വരുന്നു ഈശോയുടെ വചനം കേൾക്കാൻ വേണ്ടി. അപ്പൊ ഈശോ അപ്പോഴും പ്രസംഗിക്കുന്ന ഒരു ഭവനത്തിലാണ്. അത് മിക്കവാറും പത്രോസിന്റെ ഭവനത്തിലാണ്. അന്നത്തെ കാലത്ത് മിഡിൽ ക്ലാസ് ആളുകളുടെ ഭവനം എന്ന് പറയുന്നത് 2 നില കെട്ടിടമാണ്. താഴത്തെ നിലയിൽ കുടുംബാംഗങ്ങൾ താമസിക്കുന്നു, അവിടെ എല്ലാ കാര്യങ്ങളും നടക്കും. രണ്ടാമത്തെ നില എന്ന് പറയുന്നത് അത് ഒരു പ്രാർത്ഥനാ മുറിയാണ്. അതൊരു ഗസ്റ്റ് റൂം ആയിരിക്കും, അസംബ്ലി റൂം ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ സെഹിയോൻ ഊട്ടുശാലയെ കുറിച്ച് പറയുക. ജെറുസലേമിന് അടുത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ജെറുസലേമിലെ മർക്കോസിന്റെ ഭവനത്തിലെ സെഹിയോൻ ഊട്ടുശാലയിലാണ് ശിഷ്യന്മാർ ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചതും ഈശോ അന്ത്യാത്താഴം കഴിച്ചതും പരിശുദ്ധാത്മാവ് നഗരപ്രസാദനാളെ ഇറങ്ങി വരുന്നതും ഒക്കെ ആ 2ാം നിലയിലാണ്, മാളിക. അതുപോലെ തന്നെ ഒരു മാളികയാണ് പത്രോസിന്റെ ഭവനത്തിന്റെ 2ാം നില. അതിന് മുകളിലുള്ള റൂഫ് എന്ന് പറയുന്നത് ഫ്ലാറ്റാണ്, അങ്ങനെ കുറുമിച്ചുള്ളതല്ല. അതിന്റെ മുകളിൽ അവർക്ക് പല ധാന്യങ്ങൾ ഉണങ്ങാനും ഒക്കെ ഉപയോഗിക്കാം. ആൾക്കാർക്ക് അവിടെ നിന്ന് ചില ആദ്യകാലത്ത് പുറമുകളിൽ നിന്ന് പ്രസംഗിക്കുന്ന കാര്യമൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ഈ 2ാം നിലയുടെ റൂഫിന് മുകളിൽ നിന്ന് പ്രസംഗിക്കുന്നതാണ്. ആൾക്കാർക്കെല്ലാം താഴെ നിൽക്കാം. അപ്പൊ അങ്ങനെയുള്ള ആ റൂഫ് ഉണ്ടാക്കിയിരിക്കുന്നത് ബീമുകളുണ്ട്. അതോടൊപ്പം തന്നെ കളിമണ്ണും ഇലകളും ഉണക്ക കമ്പുകളും എല്ലാം ചേർത്തുണ്ടാക്കുന്ന ടൈൽസ് ആണ്. അപ്പൊ ആ ടൈൽസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ശുദ്ധവായു വെയിലൊക്കെ അതിനകത്തേക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ അങ്ങനെയൊരു ടൈൽസ് ഇളക്കിക്കൊണ്ടാണ് ഈ തളർവാദ രോഗിയെ താഴേക്ക് ഇറക്കുന്നത്. കാരണം എന്താണ്? വലിയൊരു ജനക്കൂട്ടം കാരണം അവരോട് പറയുകയാണ്, ഞങ്ങൾക്ക് ഈശോ എന്ന് കാണണം, ഇയാളെന്ന് കാണിക്കണം, സുഖപ്പെടുത്താൻ പറഞ്ഞാൽ അവരാരും സമ്മതിക്കില്ല. അവരാ ജനക്കൂട്ടം ഇടിച്ചു നിൽക്കുകയാണ് ഈശോയെ കേൾക്കാനും ഈശോ എന്തെങ്കിലും അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് കാണാനും വേണ്ടി. അങ്ങനെ നിവൃത്തിയില്ലാതെ വന്നതുകൊണ്ടാണ് വീടിന് ഒരു സൈഡിലുള്ള ഗോവണി വഴി ഇയാളെ ചുമന്ന് മുകളോട് കയറ്റുകയാണ്.
എന്നാൽ ഇവനെ ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കുകയില്ല. കാരണം അന്നത്തെ കാലത്ത് പഴയ നിയമ സങ്കല്പം അനുസരിച്ച് ഒരാൾക്ക് തളർവാദമോ കുഷ്ഠരോഗമോ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ അത്യാഹിതങ്ങൾ ഉണ്ടായാൽ അത് അല്ലെങ്കിൽ കുരുടനായാൽ അവന്റെ പാപം മൂലം അല്ലെങ്കിൽ അവന്റെ മാതാപിതാക്കന്മാരുടെ പൂർവികരുടെ പാപം മൂലം ആണ്. കാരണം ബൈബിൾ പറയുന്നുണ്ട്, നീ ഒരു തെറ്റ് ചെയ്താൽ ഗൗരവമായ തെറ്റാണെങ്കിൽ 4 തലമുറ വരെ അത് നിലനിൽക്കും. നീ നല്ല കാര്യം ചെയ്താൽ അത് 4 തലമുറ വരെ നിലനിൽക്കും അതിന്റെ അനുഗ്രഹം. അപ്പൊ അങ്ങനെ ഇവനോ ഇവന്റെ മാതാപിതാക്കന്മാരോ ചെയ്ത തെറ്റുകൊണ്ട് ഇവന് മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ട് ഒരു സമൂഹത്തിന് ഒന്നും കൊള്ളിയല്ലാത്തവനായി ഉപേക്ഷിക്കപ്പെട്ട ഒരുവനെയാണ് പ്രത്യേക കാരുണ്യം തോന്നി ഈശോയുടെ അടുക്കൽ കൊണ്ടുവന്നാൽ അവർ സുഖം പ്രാപിക്കുമല്ലോ എന്നോർത്ത് ഈ 4 പേര് ചുമന്നുകൊണ്ട് വരുന്നത്. അവരേതായാലും അവിടെ ഇട്ടേച്ച് പോകാൻ തയ്യാറല്ല. എങ്ങനെയെങ്കിലും ഈശോയുടെ അടുക്കൽ അവനെ എത്തിക്കണം. അതിനുവേണ്ടിയാണ് അവർ ഈ മുകളിൽ കയറി ഈ റൂഫ് തുറന്ന് അതിന്റെ താഴേക്ക് ഇറക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈശോ അവരോട് കാണുന്ന സമീപനം സാധാരണഗതിയിൽ നമുക്കാണെങ്കിൽ തോന്നും, ഞാൻ ഇവിടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ആളുകളൊക്കെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇതിനിടയ്ക്ക് നിങ്ങൾ എന്തിനാ ശല്യപ്പെടുത്താൻ ഇതെല്ലാം തുറന്നു വരുന്നത്, എനിക്ക് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന വീട്ടുകാർക്ക് എന്നാ തോന്നും, നിങ്ങൾക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ മേലെ. ഇതൊന്നും അല്ല ഈശോ പറയുന്നത്. ഈശോ പറയുക, മകനെ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ മകനെ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു കുളിർമയുണ്ട്. ഈശോയെക്കാൾ ചിലപ്പോൾ പ്രായം ഉള്ളവനായിരിക്കാം, കാരണം ഈശോയ്ക്ക് അന്ന് 30-31 വയസ്സ് പ്രായമേ ഉള്ളൂ. പക്ഷെ ഈ തളർവാദ രോഗിയെ ഈശോ അഭിസംബോധന ചെയ്യുന്നത് ഒരു പിതൃസഹജമായ വാത്സല്യത്തോടെയാണ്. മകനെ എന്നാണ്, നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതൊരു വൈരുദ്ധ്യമാണ്. കാരണം ഈശോ അങ്ങനെ ഒരു കാരണം പറയുന്നത്, ഈശോയ്ക്ക് വേണമെങ്കിൽ പറയാം, ഓക്കെ നിന്നെ ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു എന്നല്ല പറയുക, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നമ്മൾ പറയും ഒരു ചികിത്സ ചെയ്യുമ്പോൾ അത് സിംറ്റത്തിനല്ല ചികിത്സ ചെയ്യുക, അതിന്റെ റൂട്ട് കോസിനാണ്. അപ്പം അന്നത്തെ വിശ്വാസം അനുസരിച്ച് ഇവന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഇവന്റെ പാപമാണ്. അപ്പൊ അതുകൊണ്ട് നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ പാപം മോചിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ സൗഖ്യം പ്രാപിക്കും. അതുകൊണ്ടാണ് നമ്മള് കുമ്പസാരത്തിലൂടെയും പ്രത്യേകിച്ച് രോഗിലേപന ശുശ്രൂഷയിലൂടെ ഒക്കെ നമ്മൾ പറയുക, യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും രോഗിയായാൽ സമൂഹത്തിലെ ശ്രേഷ്ഠരെ വിളിക്കട്ടെ. അതായത് അന്നത്തെ പുരോഹിതന്മാർ പ്രസിദ്ധേഴ്സാണ്. അപ്പൊ ആ പുരോഹിതനെ വിളിക്കട്ടെ, അദ്ദേഹം തൈലം പൂശി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ രോഗി സുഖം പ്രാപിക്കും. കാരണം അവന്റെ പാപങ്ങൾ മോചിക്കപ്പെടുമ്പോൾ അവന് ആത്മീയമായ ഭൗതികമായ സൗഖ്യം കൂടി ലഭിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഈശോ പറയുക, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഇവരെ ഈശോയെ എങ്ങനെയെങ്കിലും കുറ്റം ആരോപിക്കണമെന്ന് നോക്കി സംഘത്തിന്റെ പ്രതിനിധികളായ ചില ആളുകളവിടെ അവര് സ്ക്രൈബ്സ് അല്ലെങ്കിൽ നിയമപണ്ഡിതന്മാരാണ്. സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ എഴുതുന്നവരെന്നാണ്. അപ്പൊ പഴയ കാലത്ത് ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള എഴുത്ത് സാമഗ്രികളൊന്നുമില്ല. പപ്പൈറസ് കൊണ്ടുണ്ടാക്കിയ ലീഫിലാണ് ഇത് എഴുതുക. അത് എഴുതിയ കുറെ കാലം കഴിയുമ്പോൾ അത് നശിച്ചു പോകുന്നത് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പകർത്തി എഴുതിക്കൊണ്ടിരിക്കണം. അങ്ങനെ പകർത്തി എഴുതുന്നവരാണ് അത് കോപ്പി എടുക്കുന്നവരാണ്. ഇന്നത്തെ പോലെ പ്രസ് ഇല്ലാത്ത കാലത്ത് അവരാണ് ഈ സ്ക്രൈബ്സ് അല്ലെങ്കിൽ നിയമിക്കന്മാർ. അവരിങ്ങനെ നിരന്തരം പകർത്തി കൃത്യമായിട്ട് എഴുതുന്നത് കൊണ്ട് അവർക്ക് ഈ നിയമങ്ങളെല്ലാം കാണാപ്പാഠമാണ്. അവരാണ് സിനഗോഗുകളിൽ വ്യാഖ്യാനം നടത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ സ്ക്രൈബ്സ് പറയുകയാണ്, അതിനെ പാപം മോചിക്കുവാനുള്ള അധികാരം ആർക്കാണുള്ളത്? ദൈവത്തിനാണുള്ളത്. ഇവന് ദൈവമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇവന് വെറും മനുഷ്യനായി ഇവൻ പറയുന്നു നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അവന്റെ പേരിൽ ദൈവദൂഷണം എന്നുള്ള കുറ്റം ആരോപിച്ചത്. സംഘത്തിൽ ഈശോയെ വിചാരണ ചെയ്യുമ്പോൾ ഇതേ കാര്യമാണ് പറയുക, ഇവൻ ദൈവദൂഷണം പറയുന്നു. അങ്ങനെ ഒരു കുറ്റം ആരോപിക്കുമ്പോൾ ഈശോ ചോദിക്കുകയാണ്, ഏതാണ് എളുപ്പം? നിന്റെ പാപങ്ങൾ നിന്നോട് മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയിൽ എടുത്ത് വീട്ടിൽ പോകുക എന്ന് പറയുന്നതാണോ? അതുകൊണ്ട് ഈശോ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം മനുഷ്യന്റെ പുത്രനായി അവതരിച്ച ആളെന്നുള്ളതാണ്. എന്നാൽ മറ്റുള്ളവർ ഈശോയെ കുറിച്ച് പറയുന്നത് ദൈവപുത്രനാണ്. അതായത് സൺ ഓഫ് ഗോഡ്, സൺ ഓഫ് മാൻ. ഇത് രണ്ടും ഒന്ന് ദൈവത്തിന്റെ മനുഷ്യത്വത്തെയും ഈശോയുടെ മനുഷ്യത്വത്തെയും മറ്റൊന്ന് ഈശോയുടെ ദൈവത്വത്തെയും സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഈശോ തന്നെ പറ്റി പറയുമ്പോൾ ഞാൻ ദൈവപുത്രൻ എന്നല്ല മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവപുത്രൻ തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങൾ മോചിക്കാൻ അധികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ പറയുന്നു, ഇന്നത്തെ ഈ തലവാദരോട് പറയുകയാണെങ്കിൽ എഴുന്നേൽക്കുക, നിന്റെ കിടക്കയെ എടുത്തുകൊണ്ട് ഇത്ര നാളും ഈ കിടക്കയിലാണ് നിന്നെ ചുമന്നുകൊടുത്തത്, ഇത് നീ ഈ കിടക്ക എടുക്കണം, എന്നിട്ട് നിന്റെ വീട്ടിലേക്ക് പോവുക. അപ്പൊ ഒരു വാക്കാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ദൈവം, അതായത് യോഹന്നാൻ സുവിശേഷം തുടങ്ങുന്നതാണ്, ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം വഴിയെല്ലാം സൃഷ്ടിക്കപ്പെട്ടു. ആ വചനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ആ ക്രിസ്തു വചനം മാംസം ധരിച്ചതാണ് ഈശോ. അപ്പൊ ആ വചനം മാംസം ധരിച്ച ഈശോ തന്നെ തന്റെ ഒരു വചനത്താൽ ഈ രോഗിയെ സുഖപ്പെടുത്തുകയാണ്. അത് അന്നേരം തന്നെ മാറുകയാണ്. കാരണം അവൻ അന്നേരം തന്നെ അവന്റെ കിടക്കയിൽ എടുത്തുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോവുകയാണ്.
അതുകൊണ്ട് ഈശോ പിന്നീട് പത്രോസിനും ബാക്കി അപ്പോസ്തലന്മാർക്കും ഒക്കെ നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കണം, നിങ്ങൾ പിശാചുക്കളെ ബഹിഷ്കരിക്കണം, രോഗികളെ സുഖപ്പെടുത്തണം, ദൈവരാജ്യം പ്രസംഗിക്കണം, പാപങ്ങൾ മോചിക്കണം, തൈലം പൂശി രോഗികൾക്ക് സൗഖ്യം നൽകണം. അങ്ങനെ പാപങ്ങൾ മോചിക്കുവാനുള്ള അധികാരവും നിങ്ങൾ ഇവിടെ ബന്ധിക്കുന്നവർ സ്വർഗത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കും, ഇവിടെ മോചിക്കുന്നവർ സ്വർഗത്തിൽ മോചിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ചിലർ പറയും വച്ചൻ്റെ അടുത്ത് എന്തിനാണ് സംസാരിക്കുന്നത്, അത് ഞങ്ങൾ ദൈവത്തോട് നേരിട്ടൊക്കെ പറഞ്ഞോളാം. അല്ല, വൈദികൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് ഒരു ഉപസാരത്തിലൂടെ ഒരു പുരോഹിതൻ നിങ്ങൾക്ക് പാപമോചനം നൽകിയാൽ അത് പുരോഹിതനല്ല തരിക, മറിച്ച് ദൈവമാണ്. മറ്റുള്ളവരുമായിട്ട് നമ്മൾ പാപം ചെയ്യുമ്പോൾ അവർക്ക് നമ്മളോട് ക്ഷമിക്കാം, നമുക്ക് അവരോട് ക്ഷമിക്കാം. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരായിട്ടാണ് നമ്മൾ പാപം ചെയ്യുക. അതുകൊണ്ട് ദൈവത്തിന്റെ കൂടി പാപമോചനം നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഈ മനുഷ്യൻ തന്റെ കിടക്കയും എടുത്തുകൊണ്ട് അന്നേരം തന്നെ ഇറങ്ങി നടന്നു പോകുന്നത് കാണുമ്പോൾ ആളുകൾ അത്ഭുതപ്പെടുകയാണ്. അപ്പോഴാണ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇത്രമാത്രം അധികാരം ദൈവത്തിന് ഒരു മനുഷ്യന് നൽകിയ ആളിനെ കരുതിക്കൊണ്ട്. എന്നിട്ട് അവർ പറയുകയാണ്, ഇത്രയേറെ വലിയ ഒരു സംഭവം ഞങ്ങൾ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ ജനക്കൂട്ടം, ഈശോയെ ശ്രദ്ധിക്കുവാൻ വന്നതായ ജനക്കൂട്ടം ഒരു തളർവാദ രോഗി എടുത്തുകൊണ്ട് വന്നപ്പോൾ അവർ ചിന്തിക്കുന്നത് ഭാവിയായ മനുഷ്യൻ, ഇവരെല്ലാവരും വെറുക്കപ്പെട്ടവൻ, അവനെ അങ്ങ് ഉപേക്ഷിക്കണം, ഞങ്ങളിവിടെ സ്വയമായിട്ടിരുന്ന് വചനം കേൾക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ അടുപ്പിക്കുന്നില്ല. പലപ്പോഴും നമുക്ക് മറ്റുള്ളവരോട് പുച്ഛമാണ്, അവരുടെ വൈകല്യമുണ്ട്, കുറവുകളുണ്ട്, അവർക്ക് അത്യാഹിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ വലിയ ഭാവിയാണ്, അതുകൊണ്ട് നമ്മൾ അവനെ അവലംബിക്കാനുള്ള മനോഭാവം ഉണ്ടാവും. എന്നാൽ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ളവർ ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ സാദൃശ്യത്തിലുള്ളവരാണ്. ഒരുപക്ഷെ അവരുടെ തെറ്റുകൊണ്ടാണെങ്കിൽ പോലും, കാരണം ഇവരോട് പറയുന്നത് നിന്റെ പാപങ്ങൾ ഇതിനോട് ക്ഷമിച്ചിരിക്കുന്നു. അപ്പം എൻ്റെ അർത്ഥം അവൻ പാപം ചെയ്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പൊ അത് ആ പാപത്തിന് ഈശോ മോചനം നൽകുന്നു പാപിയോട്. ആ ഒരു കരുണ അവർക്കില്ലാതെ പോയി. പക്ഷെ ഈശോ അത് കാണിക്കുമ്പോൾ ജനങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ പിന്നീട് ഈശോ രോഗം സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇത്ര വലിയ കൃപ ഒരു മനുഷ്യന് നൽകിയതിനെ ഓർത്തു. ഇനി രണ്ടാമത്തെ കാര്യം ആ നിയമജ്ഞരാണ്. നിയമജ്ഞർ ഇരിക്കുന്നത്, എന്നാൽ ഈശോ ഇത്രയൊക്കെ ചെയ്തല്ലോ, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയല്ല, മറിച്ച് അവനെ എങ്ങനെയാണ് ഇവനെ കൊന്നുകളയാനുള്ള മാർഗം. അതായത് ചിലപ്പോൾ നമ്മുടെ ആളുകൾ അങ്ങനെയാണ്, ഭാര്യയെ എങ്ങനെയാണ് ഭർത്താവ് കുറ്റം ആരോപിക്കേണ്ടത്, ഭർത്താവ് എങ്ങനെയാണ് ഭാര്യയെ കുറ്റം ആരോപിക്കേണ്ടത്. അതാ മക്കൾ വളർന്നു കഴിയുമ്പം അവർ മാതാപിതാക്കന്മാരുടെ കുറ്റം ആരോപിക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ വാർദ്ധക്യത്തിലെത്തിയ കാരണന്മാരുടെ കുറ്റം ആരോപിക്കാൻ നോക്കുന്നു, ഇടവക്കാർ വഴി വരുമ്പോൾ വികാരിച്ചില്ലേ വരെ ഒരു ദോഷം ഉണ്ടാക്കി കണ്ടുപിടിക്കാൻ നോക്കുക. ഇങ്ങനെ ഓരോരുത്തരും കുറ്റം കണ്ടുപിടിക്കാൻ നോക്കിയാൽ നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ മുള്ളുണ്ടാക്കുകയാണ്. നമ്മൾ ഒരിക്കലും സമാധാനം അനുഭവിക്കുകയാണ്. കാരണം അത് നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ചാപ്റ്റേഴ്സ് കോഴ്സ് ഒക്കെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ മുള്ളു കിടക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം കിട്ടുക. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി നന്മ കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റും. ഭാര്യയുടെ ആകട്ടെ, ഭർത്താവിന്റെ ആകട്ടെ, മക്കളെ ആകട്ടെ, ആരുടെ ആയാലും ഉറവുകളില്ലാത്ത മനുഷ്യരില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. അവർ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി നല്ലത് കാണുകയും നല്ലത് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ആനന്ദം, സന്തോഷം കുടുംബജീവിതത്തിലും ഇടവക ജീവിതത്തിലും ഒക്കെ കുളിർമയുണ്ടാകും. അത് ആണ് ഈ സ്ക്രൈബ്സിന്റെ അല്ലെങ്കിൽ നിയമപണ്ഡിതന്മാരും ഫരിസേയരും സദുക്കാരും ഒക്കെ രക്ഷപ്പെടാതെ പോയത്. കാരണം 40 കൊല്ലം കഴിഞ്ഞപ്പോൾ അവരെല്ലാം നശിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവരുടെ തലമുറ നശിപ്പിക്കപ്പെട്ടു. കാരണം ഈ ഒരു ഈശോയെ കുറ്റം ആരോപിക്കാൻ അത്രയും നാൾ അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് രക്ഷകൻ വരുമെന്നാണ്. പക്ഷേ രക്ഷകൻ വന്നപ്പോൾ രക്ഷകനെ സ്വീകരിക്കുന്നതിന് പകരം അവനെ കൊല്ലാനുള്ള പണിയാണ് അവർ നോക്കിയത്. ഇനി നമുക്ക് നോക്കാനുള്ളത് വേറെ 4 പേര് അവനെ എടുത്തുകൊണ്ട് വരുന്നു. അപ്പൊ ഇവൻ പോക്കാണ്, അവനെ നമ്മൾ രക്ഷപ്പെടുത്തേണ്ട കാര്യമില്ല, അവൻ പാപിയാണ് എന്ന് പറഞ്ഞ് അവനെ തടയുകയല്ല. ആ 4 പേര് സഹോദര സ്നേഹത്തോടുകൂടി അവനെ ചുമന്നുകൊണ്ട് വരികയാണ്. അവർ പറയും. എന്നിട്ട് ആൾക്കാരവിടെ കയറ്റാൻ സമ്മതിക്കാതെ വരുമ്പോഴും അവർ 2 കൽപ്പിച്ച് ആ ഗോളി വഴി മുകളിൽ കയറി റൂഫ് തുറന്ന് അവനെ താഴെ ഇറക്കി അവന് സൗഖ്യം നൽകുകയാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആനന്ദം, അതാണ് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംതൃപ്തി, ഒരു ആനന്ദം. അതാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മുടെ ക്രൈസ്തവ ചൈതന്യത്തിൽ നമ്മൾ അവരിൽ നിന്ന് പഠിക്കേണ്ടത്. ഇവിടെ പത്രോസിന്റെ ഭവനത്തിന്റെ പ്രൂഫൊക്കെ തുറന്നു. പക്ഷെ പത്രോസോ അല്ലെങ്കിൽ അവർ വീട്ടുകാരോ ഒരു കംപ്ലൈന്റ് പറയുന്നില്ല. ഒരുപക്ഷെ ഈ തളർവാദ രോഗിയായ മനുഷ്യനെ പോലെ നമ്മുടെ ആത്മീയമായ തളർവാദം പിടിപെട്ടിട്ടുണ്ടാകാം, നമ്മുടെ പാപങ്ങൾ ഉണ്ടാകാം. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുവാനായിട്ട് നമ്മൾ തയ്യാറാണ്. പലരും ആട്ടുപ്രസാരമൊക്കെ മുടക്കി ഇങ്ങനെ സ്വയം ന്യായീകരിച്ച് ഞാൻ പെർഫെക്റ്റ് ആണ്, മറ്റുള്ളവർക്കെല്ലാം കുഴപ്പമായിട്ട് കാണുന്നവർ ധാരാളം ആളുകൾ ഉണ്ട്. അത് നമ്മൾ മാറ്റണം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാനും അതിനുവേണ്ടി നമ്മൾ എളിമപ്പെടാനും നമ്മൾ തയ്യാറായി നമ്മുടെ
തന്നെ ശുദ്ധീകരിച്ചു കഴിയുമ്പോൾ നമ്മളുടെ പല മാനസികവും ശാരീരികവുമായ വേദനകളും വിഷമതകളും നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. അതാണ് ഈ തളർവാദ രോഗിയുടെയും അവനെ സഹായിക്കുന്ന ആളുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അതുപോലെ തന്നെ ആ 4 പേരെ പോലെ തീക്ഷ്ണതയോടുകൂടി ഈശോയെ സമീപിക്കാൻ, ആ 4 പേര് എങ്ങനെ ഈശോയുടെ അടുക്കലേക്ക് അവനെ കൊണ്ടുവന്നു, അതുപോലെ തളർവാദ രോഗികളായ പാപികളായ കുറവുകളുള്ള മനുഷ്യരെ ഈശോയിലേക്ക് അടുപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ വിധിക്കാതെ മറ്റുള്ളവർക്ക് നമുക്ക് നമ്മുടെ തന്നെ ജീവിതത്തെ നവീകരിക്കുവാനുള്ള തളർവാദ രോഗിയെ പോലെ ജീവിത നവീകരണത്തിന് ഈശോയിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും.